ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ് സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് വെയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ. YMCA മൂവാറ്റുപുഴ സബ് റീജിയന്റെ ആഭിമുഖ്യത്തിൽ ഒളിമ്പിക് ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ YMCA പ്രസിഡന്റ് രാജേഷ് മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. നാഷണൽ സ്പോർട്സ് ഡേയോടനുബന്ധിച്ച് YMCA മൂവാറ്റുപുഴ സബ് റീജിയന്റെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ YMCAയുമായി ചേർന്ന് ഒളിമ്പിക് ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. 8 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്കായി നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചത്. പുരാതന ഏതൻസ് ഒളിമ്പിക്സ് മുതൽ 2024 പാരീസ് ഒളിമ്പിക്സ് വരെയുള്ള മത്സരങ്ങളെ ആസ്പദമാക്കിയാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. 14 സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്ത ക്വിസ് മത്സരം മൂവാറ്റുപുഴ YMCA പ്രസിഡന്റ് രാജേഷ് മാത്യു ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും മിടുക്കരായിരിക്കാം. പക്ഷെ അതിന് ബിയോണ്ട് അക്കാഡമിക്സ് ഇന്ന് നമുക്കെല്ലാം കോവിഡിന് ശേഷം ഇങ്ങോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരും യൂട്യൂബിലും കേട്ട് പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വായന ശീലത്തിലൂടെ മാത്രമേ നമുക്ക് അറിവുകൾ സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനുവേണ്ടി ഇതിനുവേണ്ടി ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത സബ് റീജിയൺ ചെയർമാൻ അഡ്വക്കേറ്റ് ബൈജു കുര്യാക്കോസിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ വളരെ ആദരവോടുകൂടി അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ഇത്ര നല്ലൊരു ഉദ്യമത്തിന് മൂവാറ്റുപുഴയ്ക്ക് ഹോസ്റ്റ് ചെയ്യാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട്. റെയിൽവേ, LIC തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒഫീഷ്യൽ ക്വിസ് മാസ്റ്റർ ടോണിഷ് തോമസ് ക്വിസ് മത്സരം നയിച്ചു. Who was the first president of Indian Olympic Association? Indian Olympic Association ആദ്യത്തെ അധ്യക്ഷനാരായിരുന്നു. Name the stadium in Athens which hosted the first modern Olympics in 1896. 1896 ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സിന് വേദിയായ ഏതൻസിലെ സ്റ്റേഡിയത്തിന്റെ പേര്. YMCA സബ് റീജിയണൽ ചെയർമാൻ അഡ്വക്കേറ്റ് ബൈജു കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫാദർ ആന്റണി പുത്തൻകുളം, സബ് റീജിയണൽ ജനറൽ കൺവീനർ KV രാജു, സ്പോർട്സ് കമ്മിറ്റി കൺവീനർ MP തോമസ്, MU ജോൺ എന്നിവർ പ്രസംഗിച്ചു. ക്വിസ് മത്സരത്തെ തുടർന്ന് നടക്കുന്ന സമ്മാനദാന പരിപാടി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവും മുൻ കേരള അത്ലറ്റിക് അസോസിയേഷൻ സെക്രട്ടറിയുമായ PI ബാബു ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. വിദേശ പഠനത്തിനായി ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് PTE ട്രെയിനിംഗ് ഫ്രം മെന്റർ അക്കാഡമി, എക്സ്പെർട്ട് ലെവൽ ട്രെയിനിംഗ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ്. വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു. എല്ലാം ട്രാൻസ്പാരന്റ്, വിശ്വസ്തം.